ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അയ്യപ്പൻ വീട്ടിൽ വന്നതെന്ന് ആകെ അലങ്കോലാക്കാണ് കേട്ടോ. അപ്പം നേരെ ശ്രീജ ചോദിക്കുകയാണ്, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങളെ മദ്യപിച്ച് വന്നിട്ട് വീട്ടിൽ കയറി വന്ന് പ്രശ്നമുണ്ടാക്കുവാണോ? അയ്യോ മോളെ, പ്രശ്നമുണ്ടാക്കിയത് ഞാനല്ല, ദേ ഇവിടുത്തെ ഇളയ മോന എന്നിങ്ങനെ പറയാണ്. അവൻ ഞാൻ കൊണ്ടുവന്ന ഒരു കല്യാണം കൊണ്ടുവന്നത് എന്റെ മോക്ക്, അതും മുടക്കി. കാരണം ചോദിച്ചപ്പം അവൻ പറഞ്ഞു എന്താന്നറിയോ, അവളെ അവന് ഇഷ്ടമാണത്രേ. ആ പിന്നെ അത് മാത്രമല്ല അവൻ പറഞ്ഞത്, അതുകൂടെ മാഷ് കേൾക്കണം. അപ്പൊ മാഷിനാകെ ഷോക്കായി പോയി, അതിലും ഷോക്കായി വേദയ്ക്ക്. പക്ഷെ ജീവിത പങ്കാളിയാക്കാനായിട്ട് അവന് പറ്റില്ലാത്രേ. പകരം വേറൊരു കല്യാണം കഴിയുന്നത് വരെ കാത്തോളാംന്ന്. ഇപ്പോ വന്നൊരു കല്യാണം അവൻ മുടക്കി പറഞ്ഞയക്കുക കൂടി ചെയ്തു. എന്നിട്ടാ അവന്റെ ഈ സംസാരം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മാഷിങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് വിക്രം അങ്ങ് വരുന്നത്. എടോ മാഷേ, തനിക്ക് വിവരമുള്ളത് കൊണ്ടല്ലേടോ പിന്നെ ജീവിതകാലം മുഴുവൻ കല്യാണം മുടക്കിയിട്ട് പിന്നെ അവളെ കാത്തോളാം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവന് കാത്തോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോടോ ഞാൻ ഇത്രയും കാലം എന്റെ മോളെ വളർത്തിയത്? അനാവശ്യം പറഞ്ഞ കയ്യും കാലും തല്ലി ഒടിച്ച് വെളിയിലാക്കൂട്ടോ ഞാൻ എന്ന് പറഞ്ഞു വിക്രം നേരം. അയ്യോ, നീ ഉണ്ടായിരുന്നോ? ഞാനിവിടെ വന്നപ്പോ നിനക്ക് കുറച്ചിലായി അല്ലേടാ. നിനക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ ഒരു തടസ്സമില്ല. ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും നിനക്ക് വരാം അല്ലേടാ. ഞാൻ എന്റെ കുട്ടിക്ക് കല്യാണം ആലോചിക്കാൻ കൊണ്ടുവന്ന ചെക്കനെ നീ അടിച്ചോടിക്കും അല്ലേ? എന്റെ ക്ഷമയെ പരീക്ഷിക്കാതെ പോവാൻ നോക്ക. എനിക്ക് മനസ്സില്ല, നീ എന്ത് ചെയ്യും? എനിക്ക് കാണണമല്ലോ. നീ തല്ലൂടാ, പറയടാ, നീ തല്ലൂടാ. നീ തന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേനും വേഗം വിക്രം എന്ന് വിളിച്ചപ്പോ വിക്രം അടിച്ചൊന്നുമില്ല, അങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ മാഷ് അവിടെ നിൽക്കുകയാണ്. അതെ, ഇയാള് ഇവിടെ കിടന്ന് പുലമ്പുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു വിക്രത്തോട്. അച്ഛൻ പറഞ്ഞു കൊടുക്കടാ അങ്ങോട്ട് എന്ന് പറഞ്ഞു. അയ്യപ്പൻ മിണ്ടാ നിക്ക്. മാഷ് ചോദിക്കാൻ തീരുമാനിച്ച അയ്യപ്പൻ മിണ്ടില്ല, അതിലൊരു സംശയമില്ല എന്നുണ്ടെ അയ്യപ്പൻ ഇങ്ങനെ പറയട്ടോ. ഞാൻ ചോദിച്ചത് നീ കേട്ടല്ലോ അല്ലേ? ശരിയാണ് എന്ന് പറഞ്ഞു വിക്രം. ഇയാള് അവക്ക് കല്യാണം ആലോചിക്കാൻ കൊണ്ടുവന്ന ചെക്കനെ ഞാൻ തല്ലി ഓടിക്കുക തന്നെ ചെയ്തു, അത് ശരിയാണ് എന്ന് പറഞ്ഞു. ഇനിയും ഞാൻ അത് തന്നെ ചെയ്യും. അത് ജീവിതകാലം മുഴുവൻ എനിക്ക് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിക്കാനല്ല എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യമുണ്ട്, ആരെയാ കൊണ്ടുവന്നതെന്ന് ഇയാളോട് ആദ്യം ചോദിക്കും മാഷേ എന്ന് പറഞ്ഞു. ഇവളെ ഈ വീട്ടിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ട് പോയില്ലേ ബോബി, അവന്റെ ടീമിൽപ്പെട്ട ഒരുത്തനാ. സ്വന്തം ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് കഴിഞ്ഞ ആഴ്ച അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അവനെയാ രാധയ്ക്ക് വേണ്ടി ആലോചിച്ചത്. ഇയാൾക്ക് മൂക്കുമുട്ട കള്ള് വാങ്ങിക്കൊടുത്തപ്പോ അവളെ കെട്ടിച്ചു കൊടുക്കാന്ന് ഇയാളങ്ങ് സമ്മതിച്ചതാച്ചാ. അവളുടെ അമ്മയെ രക്ഷിക്കാൻ പറഞ്ഞപ്പോ ഞാനത് ചെയ്തു. ഇനിയും ഞാൻ അത് അങ്ങനെ തന്നെ ചെയ്യും. സ്വന്തം ഒരു മോളെ ഒരു കുപ്പി കള്ളിന് വേണ്ടി വിൽക്കാൻ നോക്കിയാ താനൊക്കെ തന്തയാണോടോ എന്ന് ചോദിച്ചു. നീ പിന്നെ റൗഡി അല്ലല്ലോ, പുണ്യാളനല്ലേ പുണ്യാളൻ. ആ ഡാ, ഞാൻ ആർക്ക് വേണേലും കെട്ടിച്ചു കൊടുക്കും. ചിലപ്പോ ഞാൻ വിറ്റൊന്നും വരും, ഒരു സംശയമില്ല. ഒരു കുപ്പി കള്ളിന് ഗുണ്ടയ്ക്കോ പിച്ചക്കാരനോ ഭ്രാന്തനോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും വിൽക്കും. ആരടാ നീ ചോദിക്കാൻ എന്ന് ചോദിച്ചു വിക്രത്തോട്. അപ്പം മാഷ് ഒന്നും നോക്കിയില്ല, ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു. കാരണം തീർത്ത് നമ്മുടെ അയ്യപ്പന്റെ വിഷം തുപ്പുമ്പോ അത് ജന്മം കൊടുത്ത മകളെ കുറിച്ചാണെന്ന് താൻ ഓർക്കണം. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. പുറത്ത് കടക്കാനല്ലേ പറഞ്ഞത്? അയ്യപ്പൻ അടിയും കൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പൊ വിക്രത്തോട് പറയാണ്, ഇയാളെ പിടിച്ച് പുറത്താക്കാൻ ഇനി ഞാൻ വീണ്ടും പറയണോ എന്ന് ചോദിച്ചു. വാടോ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് കുത്തിനെ പിടിച്ച് വിക്രം പുറത്തിറക്കി കഥ കടച്ചു. എന്നിട്ടും ഇനി മേലിൽ ഈ പരിസരത്ത് കണ്ടുപോയേക്കരുത് എന്നുകൂടി ഒരു താക്കീത് കൊടുത്തിട്ടാണ് പോണത്. അഴുക്ക് ചാലിൽ നിന്നുള്ളവരാണ് സുധാകരൻ മാഷിനെ തേടി ഇവിടെ വരാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ നേരത്തെ കൊള്ളാം, തയ്യാറെടുത്തിരിക്കാലോ എന്ന് വിക്രത്തിനോട് പറഞ്ഞിട്ട് മാഷ് അങ്ങ് പോവാണ് കേട്ടോ. ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഇവരുടെ അടുത്ത് ഇങ്ങനെ നിന്ന് കുറെ നേരം. പിന്നെ കാണുന്നത് ദീപ്തിനെയാണ്. ദീപ്തി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ദീപ്തിക്ക് നമ്മുടെ ദർശനമായിട്ടുള്ള വിവാഹം ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം. മോളിങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞ് പത്മം ആശ്വസിപ്പിക്കുന്നുണ്ട്. വർഷയും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ വർഷ, ഇതിന് ഇത്ര കരഞ്ഞ് നിലവിളിക്കേണ്ട എന്ത് കാര്യമുള്ള ദീപ്തി?
ഞാൻ പിന്നെ എന്ത് ചെയ്യണം വർഷേച്ചി? നിങ്ങൾ എല്ലാവരുടെ തീരുമാനിക്കുമ്പോ അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണോ? എന്റെ ജീവിതത്തിൽ എനിക്കൊരു തീരുമാനമില്ലെന്നാണോ പറയണത്? നീ ഒന്ന് സമാധാനപ്പെട്. നിന്റെ സമ്മതമില്ലാതെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു പത്മ. അതെ, ഇക്കാര്യത്തിൽ ദീപ്തിയുടെ ഇഷ്ടം എന്തുമായിക്കോട്ടെ. ഇനി ആങ്ങളെ ആയതുകൊണ്ട് പറയല്ല, ദർശൻ അത്ര മോശം ഓപ്ഷൻ ഒന്നുമല്ല എന്ന് പറഞ്ഞു. വർഷേച്ചി ഈ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്യുന്ന എന്തിന്റെ പേരിലാന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേദേച്ഛയമായിട്ടുള്ള ആ ഒരു ഇത് നാട്ടുകാരുടെ മുന്നില് നിങ്ങളുടെ തെറ്റല്ലാന്ന് തെളിയിക്കണം. അതിന് എന്നെ ബലിയാടാക്കണം അല്ലേ? എന്തൊക്കെയാ ദീപ്തി പറയണത് എന്ന് ചോദിച്ചു. അപ്പൊ ശ്രീകാന്ത്, ഇവള് പറയുന്നതിലും കാര്യമുണ്ട് വർഷേ. അതെ, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനൊരു ആലോചന വേണ്ടാന്ന് നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞേനെ. അച്ഛൻ എന്താ മിണ്ടാതിരുന്നത്? അതിന് ഞാൻ തീരുമാനം പറഞ്ഞില്ല മോനെ. അവരുടെ അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ. അത് പിന്നെ നമ്മൾ തമ്മിലുള്ള അല്ലെങ്കിൽ കല്യാണം നടന്നപ്പോഴും വേദയായിട്ടുള്ള കല്യാണം തീരുമാനിച്ചപ്പോഴും രണ്ട് കുടുംബങ്ങൾക്കും തമ്മിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ് വർഷ. ചന്ദ്രശേഖരന്റെ കുടുംബത്തിനും സോഷ്യൽ സ്റ്റാറ്റസിനും ഒരു കുഴപ്പമുള്ളതായി എനിക്ക് തോന്നുന്നില്ല വർഷേ. പിന്നെന്താ എന്ന് ചോദിച്ചോ. ദർശൻ ചേട്ടൻ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അതാ പ്രശ്നം. ശ്രീയണ്ണെ പോലെ തന്നെ എനിക്ക് ദർശേട്ടൻ. പിന്നെ അത് അത്രയല്ലേ ഉള്ളൂ. അത് ഇനിയും മാറാൻ സമയമുണ്ടല്ലോ എന്നിങ്ങനെ വർഷ ചോദിക്കാണ്. അതെ, ഇവര് തമ്മിലുള്ള ചേർച്ചയും കൂടി പ്രധാനമല്ലേ വർഷേ? വേദയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോ ദീപ്തിക്കൊരല്പം പ്രായക്കുറവുണ്ട്, അത്രയല്ലേ ഉള്ളൂ. എന്താ ശ്രീയേട്ടാ, 10 12 വയസ്സിനുള്ള വ്യത്യാസം, അതത്ര വലിയ വ്യത്യാസമാണോ എന്നിങ്ങനെ ചോദിക്കാണ്. നമ്മുടെ അറിവിൽ തന്നെ എത്രയോ സിനിമയിലുള്ള സെലിബ്രിറ്റികൾ അങ്ങനെ ചെയ്യുന്നു. അത് സിനിമയാണ്, ഇത് ജീവിതവും. അച്ഛ, ഇക്കാര്യത്തിൽ അച്ഛൻ എന്റെ ഇഷ്ടം കൂടെ കണക്കെടുത്തണം. ദയവ് ചെയ്ത് കുടുംബത്തിന് വേണ്ടി എന്റെ ജീവിതം തൊലയ്ക്കരുത് എന്ന് ദീപ്തി പറയാ. ജീവിതം തൊലയ്ക്കാനല്ല, സ്വർഗം പോലുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാ ഈ പറയുന്നത് എന്ന് ഉടനെ വർഷ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇവിടെ ഇറങ്ങിയ ശേഷം അമ്മ എന്നെ വിളിച്ചിരുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം പറഞ്ഞ അമ്മയ്ക്ക് ദർശനെ പറഞ്ഞ് സമ്മതിക്കാനാവൂ. അല്ലെങ്കിൽ തന്നെ വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുക. ഈ വീട്ടിൽ നിന്ന് തന്നെ ഒരു ബന്ധമെന്ന് പറഞ്ഞാ ഒരു പക്ഷേ സമ്മതിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച അവരിങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചത്. ദർശന് ഞങ്ങൾക്ക് ഇഷ്ടമാണ് വർഷ, നിനക്കറിയാവുന്നതല്ലേ. പക്ഷേ ദീപ്തിയുടെ മനസ്സും പ്രധാനമല്ലേ. നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ച് എല്ലാം ഒരുക്കി കാത്തിരുന്ന എന്റെ ആങ്ങളുടെ മനസ്സോടൊന്ന് കാണണ്ടേ അമ്മേ എന്ന് ചോദിക്കാണ്. ഇക്കാര്യത്തിൽ അച്ഛനാണ് ഒരു തീരുമാനമെടുക്കേണ്ടത് എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അതെ അച്ഛാ, ചേച്ചി ചെയ്ത തെറ്റിന് എന്റെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കൊടുക്കച്ചാ. അച്ഛനൊന്നും പറയാത്തത് എന്തു പറയണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര കരച്ചിലാട്ടോ ദീപ്തി, സങ്കടത്തിലാണ് ആള് വല്ലാണ്ട്. പിന്നെ അച്ഛ എന്ന് ചോദിച്ചു. അപ്പം കുറെ നേരം ഇങ്ങനെ നിന്നിട്ട്, മോളെ നീ വിഷമിക്കാതെ, ഗായത്രി വന്ന് പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടതല്ലേ. നമ്മൾ മുഖേന ഒരു കുടുംബത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. നാണക്കേട് നമ്മുടെ കുടുംബത്തിനുണ്ടായില്ലേ, നമ്മൾ സഹിച്ച അത്ര അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് അവരല്ലേ തീരുമാനിക്കുന്ന ശ്രീകാന്തേ. എന്ന് വെച്ച് ദീപ്തിയുടെ ഇഷ്ടവും മനസ്സും പരിഗണിക്കേണ്ടെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനും സമയമെടുത്ത് വേണം പരിഹാരം കാണാൻ, അത്രേ ഇപ്പൊ പറയുന്നുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് ജസ്റ്റിസ് അങ്ങ് പോയി. അപ്പൊ ദീപ്തി സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വേദനയാണ്. അപ്പൊ വേദ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എന്താ പറയുക, ശ്രീജേടത്തി വന്നിട്ട് വേദ എന്തു പറ്റി, ആള് സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒന്നുമില്ല ഏട്ടത്തി, രാവിലത്തെ കാര്യം ഓർത്തിട്ടാണോ? സത്യം പറഞ്ഞ ആ കാര്യത്തെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു എന്ന് പറഞ്ഞു. ഒരു പരിധി വരെ അതൊക്കെ തന്നെയാണ് ചിന്ത എന്ന് പറഞ്ഞു. രാധയ്ക്ക് വിക്രമിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും കാലം ഞാൻ കരുതിയിരുന്നത് വിക്രമിന് അവളോട് അങ്ങനെ ഒരു തോന്നലില്ല എന്നാ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോ എനിക്കതാ ഇപ്പൊ സങ്കടം. ഇന്ന് രാവിലെ രാധയുടെ അച്ഛൻ വന്ന് പറഞ്ഞത് കേട്ടപ്പോ, അങ്ങനെ വരട്ടെ, അയ്യപ്പേട്ടൻ പറഞ്ഞത് വേദ വിശ്വസിച്ചു അല്ലേ വേദ എന്ന് ചോദിച്ചു. അതെ, വേദ ഇനിയും വിക്രത്തിനെ മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. രാധയുടെ ഇഷ്ടമുണ്ടെന്ന് വിക്രം ആ വീട്ടിൽ ചെന്ന് അവളെ കല്യാണം ആലോചിച്ച ചെറുക്കന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു എന്നല്ലേ അയാള് പറഞ്ഞത്. എന്നാ കല്യാണം കഴിച്ച് സ്വന്തമാക്കാനുള്ള ഇഷ്ടമല്ലെന്ന് അപ്പ തന്നെ വിക്രം വ്യക്തമാക്കുകയും ചെയ്തില്ലേ വേദേ? അതെന്താ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചു.
അത് പൂർണ്ണമായി വിശ്വസിക്കാൻ വേദയ്ക്ക് തോന്നുന്നില്ല അല്ലേ? അതുകൊണ്ടല്ല ഏട്ടത്തി, സത്യത്തിൽ ഏതെങ്കിലും ഒരച്ഛൻ ഒരു വൃത്തികെട്ടവനെ കൊണ്ട് സ്വന്തം മകളെ വിവാഹം കഴിപ്പിക്കുവോ? അപ്പോ രാധയെ കല്യാണം ആലോചിക്കാൻ അടിച്ചൊഴിച്ചതിന് കാരണം കണ്ടെത്താൻ വിക്രം നുണ പറഞ്ഞു എന്നാണോ കരുതുന്നത്? ഒരിക്കലും അല്ല, വിക്രം ഒരിക്കലും നുണ പറയില്ല എന്ന് ശ്രീജ ഉറപ്പിച്ച് പറയാണ് കേട്ടോ. അതെ, ഇന്ന് അയ്യപ്പേട്ടൻ വന്ന് കയറിയത് എങ്ങനെയാണെന്ന് വേദ കണ്ടതല്ലേ. 4 കാലില് അയാൾ ജീവിക്കുന്നത് തന്നെ ദിവസവും കുടിക്കാൻ എങ്ങനെ കിട്ടുമെന്ന് ജീവിച്ചുകൊണ്ട് മാത്രമാ. അതിനു വേണ്ടിയിട്ട് അയാൾ എന്തും ചെയ്യും. അത് മനസ്സിലായോണ്ടല്ലേ അച്ഛൻ അയാളെ അടിച്ചിറക്കുക വരെ ചെയ്തത്. അതെ, നീ ഒന്ന് മനസ്സിലാക്കണം, വിക്രം ആ കഴുത്തിൽ ചെന്ന് തലയിട്ടത് എന്തിനാണെന്ന് ചോദിച്ചാ അത് അവന്റെ ക്യാരക്ടർ എന്ന് മാത്രമേ എനിക്ക് ഉത്തരം പറയാനുള്ളൂ. വേദയ്ക്കറിയോ, ആ മദ്യപിക്കാറില്ല, ആരുടെയും മുതല് പിടിച്ചു പറിക്കാറില്ല, ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ കൊല്ലാൻ കൊട്ടേഷൻ ഏറ്റെടുക്കാറില്ല. പക്ഷേങ്കില് അവൻ തല്ല് പിടിക്കാറുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാ അവന് ന്യായം എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ഇന്നയാളെന്നൊന്നുമില്ല, ആർക്ക് വേണ്ടിയിട്ടും അവൻ എന്തും വേണേ ചെയ്യും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവൻ ചങ്ക് വേണേ പറിച്ചു കൊടുക്കുന്ന സ്വഭാവമാണ് വിക്രത്തിനുള്ളത്. അതുകൊണ്ടാണ് വിക്രത്തിന്റെ അത് ക്യാരക്ടറാണ് എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് രാധയുടെ കാര്യത്തിലെന്നല്ല, മറ്റാരുടെ കാര്യത്തിലാണെങ്കിലും അവൻ ഇതേ സ്റ്റാൻഡ് തന്നെ എടുക്കുള്ളൂ. നീ നോക്കിക്കോ, അവൻ തന്നെ അവക്ക് പറ്റുന്ന നല്ലൊരു ചെറുക്കനെ കൊണ്ടുവന്ന് അവൻ തന്നെ അവളെ കല്യാണം കഴിപ്പിച്ച് നല്ല സെറ്റിലാക്കുക ചെയ്യുക. അതാണ് അവന്റെ രീതി വെച്ച് എന്ന് പറഞ്ഞു. അപ്പൊ കുറെ നേരം വേദ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്താ നീ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല. അപ്പോ ഈ വീട്ടില് എന്താ പറയാ, വിക്രത്തിന് വേണ്ടിയിട്ടുള്ള വക്കീലായിട്ടുള്ളത് നമ്മുടെ ശ്രീജേടത്തി അല്ലേ എന്നിങ്ങനെ ചോദിക്കാട്ടോ. അവൻ മാറണം എന്നാ പലരും പറയുന്നത്, പക്ഷേ അവൻ മാറില്ല, അതെനിക്ക് നന്നായി അറിയാം എന്ന് ശ്രീജ പറയാ. നല്ല മനുഷ്യരുള്ള മനസ്സുള്ളിടത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരാളാ ശ്രീജേടത്തി ഒരിക്കലും മാറരുത് കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞൊരു കോംപ്ലിമെന്റും കൊടുത്തിട്ട് വേദ എങ്ങണീറ്റു പോയി. ഇപ്പൊ ശ്രീജയ്ക്ക് സന്തോഷമായിട്ടോ. അപ്പൊ അതെ, അയ്യപ്പൻ 4 കാലം കുടിച്ചിട്ട് വന്നിട്ട് വീണ്ടും അവിടെ ഇരുന്ന് നോക്കുകയാണ്, അല്ലെങ്കിൽ വീണ്ടും കഴിക്കാൻ നോക്കുകയാണ്. കത്തി അന്വേഷിച്ച് നടക്കുമ്പോൾ കത്തി അടിച്ചോണ്ടിരിക്കുക. അടുക്കള ഇരിക്കുന്ന കത്തി എടുത്തോണ്ട് ഈ മനുഷ്യനെ ഞാൻ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ മനുഷ്യ. എടി, ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് തരാം എന്ന് ഇങ്ങനെ പറയാണ്. പൊട്ടിക്കാത്തൊരു കുഴപ്പമുള്ളൂ, അകത്തോട്ട് ഒഴിച്ചത് മുഴുവൻ ആവിയായിട്ട് പോയിട്ട് പോരെ അകത്തേക്ക് കമത്തല്. ഈ സമയത്താണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത്. ആള് ഭയങ്കര ദേഷ്യത്തിലാട്ടോ വരണത്. എന്താ മോളെ, നീ ഇപ്പൊ അങ്ങ് പോയതല്ലേ ഉള്ളൂ, എന്താ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ വന്നപടി അച്ഛൻ ഇന്ന് മാഷിന്റെ വീട്ടിൽ പോയിരുന്നോ എന്ന് ചോദിച്ചു. അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയോ എന്നാ ചോദിച്ചത്. വഴക്കുണ്ടാക്കിയില്ല, ഞാൻ ന്യായം ചോദിച്ചു. കുടിച്ച് ലക്ക് കെട്ട് ആ വീട്ടിൽ ചെന്ന മാഷിന്റെ മുഖത്ത് നോക്കി ന്യായം ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത? ഇങ്ങനെ എപ്പോ പോയി? രാവിലെ പോയി ഇത്രേ. വിക്രമേട്ടൻ ഇവിടെ വന്ന് അച്ഛനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന കല്യാണ ചെക്കനെ അടിച്ചോടിച്ചത് ചോദിക്കാൻ. എന്റെ ഭഗവതി, അതിനിപ്പോ എന്താടി തെറ്റ്? ഞാൻ നിന്റെ തന്തയാ, നിന്നെ ആരെ കൊണ്ട് കെട്ടിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. അത് അവനെയും അവന്റെ തന്തയും അറിയിക്കാൻ തന്നെയാ ഞാൻ പോയത്. ആ പടി ചവിട്ടാൻ അച്ഛൻ എന്ത് അർഹതയാ ഉള്ളത് എന്ന് ചോദിച്ചു. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് സുധാകരൻ മാഷിനെ നാണം കെടുത്തി അടങ്ങുന്നാണോ അവളുടെ സുധാകരൻ മാഷ് എന്ന് പറഞ്ഞു. അയാള് ആരുടെ? കുറച്ചു പിള്ളേർക്ക് കായും മായും പറഞ്ഞു കൊടുക്കുന്നതാണോടി അയാളുടെ വലിയ യോഗ്യത എന്ന് പറയണത്? നിനക്കറിയോ, അയാളെന്നെ തല്ലി കണക്കായി പോയി. ശരിക്കും നന്നായിന്നേ ഞാൻ പറയുള്ളൂ. വേണ്ടിയിരുന്നതേ അതല്ല, പോലീസ് പരാതിപ്പെട്ട് ലോക്കപ്പിൽ അടയ്ക്കാ ചെയ്യേണ്ടിയിരുന്നത്. എന്നെയോ? അയാള് നടന്നത് തന്നെ. നീ നോക്കിക്കോ, ആ മാഷിനെ അയാളെ ഷണ്ടണ്ട നന്ന വരപ്പിക്കും ഞാൻ. അയാളുള്ള വഴികളൊക്കെ എനിക്കറിയാം. നീ കണ്ടോ, അവനെ കൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കും. വിക്രമനോളം വൃത്തികെട്ടവനല്ലടി അഭിലാഷ്. അവനെ കെട്ടിയ നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അതോടെ ഞാനും രക്ഷപ്പെടും എന്ന് പറഞ്ഞു കുപ്പി പൊട്ടിക്കാൻ നോക്കിയപ്പോ ഇങ്ങോട്ട് തന്നെ അത് എന്ന് പറഞ്ഞത് വാങ്ങിയിട്ട് അതങ്ങോട്ടേക്ക് ഒഴിച്ചു കളഞ്ഞു കേട്ടോ. നീ നശിച്ചു പോവോടി എന്നിങ്ങനെ പറയാണ് നമ്മുടെ രാധയോട്. നിങ്ങൾ പ്രാഗിയാലൊന്നും എൻ്റെ മോക്ക് ഏക്കില്ല എൻ്റെ മനുഷ്യ. എൻ്റെ ഭഗവാനെ, എത്രയോ മനുഷ്യനെ, നല്ലവരായ മനുഷ്യരെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ മനുഷ്യനെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാനും എൻ്റെ മോളും രക്ഷപ്പെട്ടേനെ. അതേടി,
നീ പ്രാഗടി, എന്നെ കൊല്ലാൻ വേണ്ടി നീ പ്രാഗ് എന്ന് പറഞ്ഞു. കാലം അയ്യപ്പൻ കഷ്ടപ്പെട്ടത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാ, അതും മറക്കണ്ട എന്ന് പറഞ്ഞു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടാ അനുഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ എന്താ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്? പറ. ആഗ്രഹിച്ച എന്തെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി തന്നിട്ടുണ്ടോ? മര്യാദയ്ക്ക് ഭക്ഷണം തന്നിട്ടുണ്ടോ? ഒരു ഉടുപ്പ് വാങ്ങി തന്നിട്ടുണ്ടോ? എന്തിന് സ്നേഹത്തോടെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടുണ്ടോ? പറയാൻ. ഓർമ്മ വെച്ചപ്പം മുതല് എന്റെ അമ്മ കഷ്ടപ്പെടുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഈ വീട്ടിൽ ഇന്നേ വരെ അടുപ്പ് പുകഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയും ഞാനും വേർപ്പൊഴുക്കിയത് കൊണ്ട് മാത്രമാ. അല്ലാതെ നിങ്ങളെ ചെറുപ്പത്തിൽ എനിക്ക് ഫീസ് അടിക്കാൻ വൈകുമ്പോ ഒരു നോട്ട്ബുക്കോ പേനയോ വേണമെന്ന് തോന്നുമ്പോ എനിക്ക് ഓടിച്ചെല്ലാൻ എന്റെ അച്ഛനല്ല ഉണ്ടായിരുന്നത്, ആ സുധാകരൻ മാഷ ഉണ്ടായിരുന്നത്. സ്കൂള് തുറക്കുമ്പോ യൂണിഫോം ധരിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഓണത്തിന് ഞാനൊരു പുതുവസ്ത്രം മറ്റു കുട്ടികളെ പോലെ കോടി ഉടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ മാഷ് കാരണം മാത്രമാ, നിങ്ങൾ കാരണമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാം. ആ വീട്ടിൽ പോയി ഇനിയും വൃത്തികേട് പറയാനോ കാണിക്കാനോ നിന്നാ ഞാനിത് അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല. മനസ്സിലായോ? ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ ഞാനൊരു പരാതി എഴുതി അമ്മയും ഞാനിവിടെ ഒപ്പിട്ട് സ്റ്റേഷനെ കൊണ്ട് കൊടുത്താലുണ്ടല്ലോ, അതോടെ തീരും എല്ലാം എന്ന് പറഞ്ഞോ. എന്താ അതും ഞാൻ ചെയ്യണോ? ഡി എന്ന് പറഞ്ഞ ചാടി എഴുതിട്ടോ. നീ നിന്റെ തന്തയെ ജയിലിലടയ്ക്കും അല്ലേടി? തന്തയുടെ മുഖത്ത് നോക്കി നീ വെല്ലുവിളിക്കും അല്ലേ? കാണിച്ചു തരാടി. നിന്നെയൊക്കെ ജനിപ്പിക്കാമെങ്കിൽ നിന്റെ കഴുത്തിൽ ആരെ മിന്നുവിട്ടമെന്ന് അയ്യപ്പ തീരുമാനിക്കും. നീ നോക്കിക്കോടി, ഈ അയ്യപ്പ വിചാരിച്ച ആളെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ കെട്ടിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് അയ്യപ്പൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പൊ അമ്മയും മോളൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ് കേട്ടോ. ഭാവം രാധ. ഒരുപാട് സങ്കടങ്ങളുള്ള ഒരാളാണ് രാധ കേട്ടോ. പിന്നെ കാണുന്നത് വിക്രത്തിനെയാണ്. അപ്പൊ വിക്രത്തിന്റെ റൂമിലേക്ക് ഒരു ഡോറെ മുട്ടുന്ന കേട്ടിട്ട് യെസ് കമ്മിങ്. അപ്പൊ മറ്റാരുമല്ല, നമ്മുടെ വേദയാണ് വരുന്നത്. കയ്യിലൊരു കപ്പ് ചായയൊക്കെ ആയിട്ടാ വരുന്നത്. വന്നു, വാതിലടച്ചു. എന്താ എന്ന് ചോദിച്ചു. അപ്പൊ ആള് കയറി വരുന്ന കണ്ടപ്പോ എന്തോ ഒരു പന്തികേട് പോലെ. ഏതാളം പതുക്കെ പതുക്കെ ഈ റൂമിലേക്ക് കയറി പറ്റാം എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഇതേ സ്ഥലം വേറെയാ, ഇവിടെ ഭയങ്കര ചൂട് കൂടുതലാ, പൊള്ളു. എന്താടി ചിരിക്കുന്നത്? അല്ല താൻ ആരാടോ? പുഷ്പ സിനിമയിലെ അല്ലു അർജുനോ ഈ മാതിരത്തെ ഡയലോഗ് അടിക്കാനായിട്ട്? കയ്യിൽ എന്താ ഒരു ഗ്ലാസ് കോഫി? ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ ഇട്ടപ്പം ഒരു ഗ്ലാസ് കൂടി എക്സ്ട്രാ ഉണ്ടാക്കി. വേണ്ടേ? വേണ്ട, ഞങ്ങൾ കളഞ്ഞേക്കാം. ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ എന്ന് ചിന്തിച്ചു. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാനിതിൽ വിമ്മ് കലക്കിയിട്ടുണ്ടോന്നാണോ? പേടിക്കണ്ട, കലക്കിയിട്ടില്ല. നിങ്ങളുടെ അത്രയും ഞാൻ ചീപ്പല്ല. എന്നെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഒരു ചാൻസും ഇല്ല. എന്തോ പുറത്തു പോകുമ്പോൾ വള കൊണ്ടിരുന്നു, ഇന്ന് ചായ കൊണ്ടൊന്ന് ഇംപ്രസ് ചെയ്യുന്നു. നിന്റെ ട്രൈ ഒക്കെ കൊള്ളാം, പക്ഷേ നിന്റെ വേലത്തരത്തിലൊന്നും ഞാൻ വീഴാൻ പോണില്ല. തന്നെ ഇങ്ങനെയൊക്കെ കാണിച്ച് വീഴ്ത്താമെന്ന് ഞാൻ എവിടെ നേർച്ചയും നേർന്നിട്ടില്ല. എന്നാ പോയിക്കൂടെ? പോകാം. അതിനു മുൻപ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ലുക്കിലും രൂപത്തിലും നിങ്ങളൊരു ആവറേജ് ആണെങ്കിലും മുഖത്ത് പക്ഷെ ഒരു കലയില്ല. എന്താ? അല്ല, ഈ ആസിഡിറ്റിയിലെ ഗ്യാസ് ട്രബിൾ അതിങ്ങനെ പുറത്തു പോകാതെ ഉള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടുമ്പോഴേ മുഖത്ത് അങ്ങനെ ഇരിക്കും, വീർത്ത് വീർത്ത്. നിങ്ങളുടെ മുഖം അങ്ങനെ എപ്പോഴും ഇരിക്കണത്. അത് മാറാൻ ഒരു മാർഗമുണ്ട്, പറയട്ടെ? അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ അതൊന്നറിയണമല്ലോ. നീ കോഫി ഇവിടെ വെക്ക. എന്താ ഈ കസേരയിൽ ഇരുന്നിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു. അവൾ ഇരിക്കാൻ പോയപ്പോ ഈ കസേരക്കിട്ട ഒരു തട്ട്. അപ്പൊ വേദന നിലത്ത് കിടക്കുക കേട്ടോ. ഇത് കണ്ട് അട്ടഹസിച്ച് ചിരിക്കുകയാണ് വിക്രം. ദുഷ്ട, ഒരു കൈ താ, മറ്റുള്ള എല്ലാവർക്കും കൈ കൊടുക്കുന്ന ആളല്ലേ, എന്നാ പിന്നെ എനിക്കെങ്കിലും ഒന്ന് കൈ തന്ന് സഹായിച്ചുകൂടെ ഈ വേന്ദ്രന്? അവസാനം വിക്രം കൈയെ പിടിച്ച് എഴുന്നേറ്റു. എന്നിട്ട് ദേണ്ട കട്ടില് വന്നിരിക്കുവോ. എന്റെ നാട് ഓടിച്ചെന്നാ തോന്നുന്നത്. അപ്പൊ ചിരിക്കാനൊക്കെ അറിയാല്ലേ? ഈ ചിരി മായി മടങ്ങിയതാ തോന്നുന്നു. പക്ഷെ നിങ്ങളുടെ ചിരി കാണാനേ നല്ല രസമൊക്കെ ഉണ്ട്. ആണോ? ശരിക്കും? ശരിക്കും അതെ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നോടെ. എന്താണെങ്കിലും വെട്ടാൻ വരുന്ന പോത്തിനെ പോലെ നിൽക്കുന്ന എന്തിനാ? നീ ഇവിടുന്ന് പോയാ മതി. എന്നാ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നോളാം. ആണോ? ശരിക്കും? 100% എന്ന് പറഞ്ഞു. അപ്പൊ വേദ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്ക്. ഞാനിവിടെ ബലമായിട്ട് കയറി വന്നവളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എന്നെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇത്തിരി അല്ല, ഒത്തിരി. ശരി, സമ്മതിച്ചു, ഒത്തിരി.
അവൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ആര്? രാധ. പറഞ്ഞിടത്തോളം ചെറുപ്പം മുതലെയുള്ള കൂട്ടുകാരൻ. പിന്നെ വീട്ടുകാർക്കാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടക്കുറവുമില്ല, എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് താൻ. അവക്കാണെങ്കിൽ നിങ്ങളെ ഭയങ്കര ഇഷ്ടവും. പിന്നെ എന്തേ നിങ്ങളെന്താ അവളെ കെട്ടാതിരുന്ന എന്താ? അപ്പൊ ഇങ്ങനെ നോക്കിക്കേട്ടോ, ഇനി ഭാവിയിൽ വിവാഹം കഴിക്കാമെന്ന് വല്ല വാക്കും കൊടുത്തിട്ടാണോ നിങ്ങള്? ഒരിക്കലുമല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ അവളോട് ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. റിയലി? റിയലി എന്ന് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാ. അവളെന്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരി തന്നെയാണ്. ബെസ്റ്റ് ഫ്രണ്ടിനോട് തോന്നുന്ന ഫീലിങ്സ് അത് ബെസ്റ്റ് ഫ്രണ്ടിനോട് മാത്രമേ തോന്നൂ. കല്യാണം കഴിക്കാൻ തോന്നുന്ന പെണ്ണിനോട് ഒരിക്കലും തോന്നില്ല. അവളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ മോഹിച്ചിട്ടില്ല. അവളോടൊന്നല്ല, ഒരു പെണ്ണിനോടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. ഓക്കെ, അപ്പോ ആ കല്യാണം മുടക്കിയത് അതിനിയും ഞാൻ ചെയ്യും. അവനെ പോലെ ഒരുത്തനെയല്ല അവളുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. അവനെ ഞാൻ അങ്ങനെ ഒരുത്തനെ കണ്ടെത്തുമ്പോ ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തുകയും ചെയ്യും. ബിക്കോസ് ഷീസ് എ ബെസ്റ്റ് ഫ്രണ്ട്. യെസ് എന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ ചോദിക്കാൻ കാരണം? ചുമ്മാ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്ന് മാത്രം. എന്നാ പോയേക്കാം, ആ കാപ്പി തണുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ചൂടാക്കി എടുക്കണോ? വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ വേദ പാവനോടുമൊക്കെ വേദനിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എങ്കിലും നമ്മുടെ വേദയോട് ഒരു ഇഷ്ടം എവിടെയോ ഉണ്ട് നമ്മുടെ വിക്രത്തിന്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.